വസ്തു വാങ്ങി ഇഷ്ടത്തിന് വീട് വെച്ചതാ. മറ്റവനങ്ങ് പിരിഞ്ഞു പോയിട്ട് 8-10 വർഷമായി. ഈ മദ്രാസിലെ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടോ ഇപ്പോഴും? അത് കൊടുത്തു എന്നാ തോന്നണേ. വാടകയ്ക്ക് കൊടുത്തോന്നറിയില്ല. പക്ഷെ നല്ല പൈസയുണ്ട്. 5 പൈസ കളഞ്ഞിട്ടില്ല. കാശ് കണ്ടു കൂടിയ കുറേ ഉണ്ടല്ല. അവറ്റങ്ങളൊക്കെ ഒഴിവാക്കിയതേ അനന്തനെ കണ്ടിട്ടാട്ടാ. ഇവര് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വെച്ചതാട്ടാ. അതെങ്ങനെ അപ്പോഴേക്കും തോണിക്കരന്ന് എത്തിയില്ലേ ഉടലോടെ കൊണ്ടുപോവാൻ. ഇപ്പോഴും അനന്ത അനുഭവിക്കുക കഷ്ടകാലം. അന്നേ ഈ നൂർജഖാന്റെ കൂടെ കൂടിയിരുന്നെങ്കിലേ അവള് തന്നെ നല്ല ഡയറക്ടർ ആക്കിയാനാ പ്രൊഡ്യൂസർ ആക്കിയാനാ. അന്തസ്സായിട്ട് അങ്ങോട്ട് ഇപ്പൊ ജീവിക്കായിരുന്നു. ഇനിയൊരു ഭാര്യം കിടക്കണ്ട്. കറങ്ങി തിരിഞ്ഞ് ഇങ്ങടെ വന്നില്ലേ. ഇനി ചക്രപാണി വല്ല അസൗകര്യം പറഞ്ഞ പടം ഇവള് തന്നെ അങ്ങോട്ട് ഏറ്റോളും. ഒരർത്ഥത്തിലെല്ലാം നന്നായി. മാഡം റെഡിയാവുന്നുണ്ട്. ഒരു 10 മിനിറ്റ്. രണ്ടുപേർക്കും കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ മാഡം കൊടുക്കാൻ പറഞ്ഞു. കഴിച്ചിട്ടാ വന്നേ. ശരി ശരി, ഓക്കെ എന്നാ. ഷെറിൻ സ്പെഷ്യൽ വലുതുണ്ടാക്കിണ്ടാവും. എന്താ കെയറിങ്. നാണം. അതെ, നിങ്ങൾ ഇത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് വാ. ഫ്ലാറ്റ് അവിടെയാ. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ സർ. സാറേ, ഞാനിവിടെ എത്തി. ആ 2 ഫ്ലാറ്റ് ഇരിക്കുന്നില്ല. ദേ അവിടെ നിർത്തിയാൽ മതി. ദേ ആ കാണുന്ന 2 ഫ്ലാറ്റില്ലേ, അതിന്റെ മുന്നിൽ നിർത്തിയാൽ മതി. വിട്ടോ വിട്ടോ. ഓക്കെ സാർ, താങ്ക് യു. അതെ, നിങ്ങളിപ്പോൾ അങ്ങോട്ട് വരണ്ട. വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. ഞാൻ സിറ്റുവേഷൻ ഒന്ന് നോക്കട്ടെ. ഞാൻ റിങ് ചെയ്യാം. അപ്പോൾ വന്നാൽ ഇവിടെ ഇരുന്നു. എക്സ്ക്യൂസ് മീ, ഇവിടെ ജസ്റ്റിൻ ഡിസൂസയ്ക്ക് ഫ്ലാറ്റ് ഉണ്ടോ? ജസ്റ്റിൻ ഡിസൂസയോ? അതാരാ? ഇവിടെ അങ്ങനെ ഒരാളില്ലല്ലോ. ഇവിടെ ഒരു അനുപമ എന്ന സ്ത്രീ താമസിക്കുന്നുണ്ടോ? ഒരു ബാംഗ്ലൂരുകാരിയാണോ? ബാംഗ്ലൂർക്കാരിയാ. നമ്മുടെ മീനാ ദേവസിയുടെ മോളുടെ കാര്യമാണോ അനുപമ ദേവസി? അത് തന്നെ. അവരിവിടെ ഉണ്ടോ? എവിടെന്നാ സാറേ? ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാ. മേഡത്തിന്റെ ഹസ്ബൻഡിന്റെ ആരെങ്കിലും ആണോ? അതെ, അദ്ദേഹത്തിന്റെ ഫ്രണ്ടാ. ഇവിടെ വരാറുണ്ടോ? ഡിവോഴ്സ് ആണെന്നാ കേട്ടത്. കൂടുതലൊന്നും അറിയില്ല. ഏതാ അവരുടെ ഫ്ലാറ്റ്? 2nd ഫ്ലോറിലാ. ശരി, ഞാൻ പോക്കോളാം. സാറേ ഒന്ന് എഴുതിക്കണേ. ദാ ഇവിടെ. ഹരി. മാഡം. കിരണിനോട് വണ്ടി ഒന്ന് കഴുകിടാൻ പറയണം. ശരി മാഡം. ഫംഗ്ഷൻ എപ്പോഴാ? 6:30 ആണ്. അതിനു മുമ്പ് നമ്മൾ ഇവിടെ ഇറങ്ങണം. ഓക്കെ. ലേഡി സൂപ്പർ സ്റ്റാർ അല്ലേ? ബെഡ്റൂമിലെ ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണേ. ശരി. ഓക്കെ. മേഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖായിട്ടിരിക്കുന്നു. ബേബി, എത്ര കാലമായി കണ്ടിട്ട്. ബേബി വലിയ ബിസിയാണെന്ന് അറിഞ്ഞു. മേഡത്തിനല്ലേ ഭയങ്കര ബിസി മേഡം.
നമ്മള് 2016 തോന്നുന്നു ലാസ്റ്റ് മൂവി തെലുഗു. അതെ, എന്തോർമ്മ മേഡത്തിന്. അതെല്ലാം കമ്പ്യൂട്ടർ മൈൻഡ്, ഒന്നും എഴുതി വെക്കണ്ട. ചില കാര്യങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ വന്ന് കിടക്കും, എപ്പോഴും നമ്മളെ റിമൈൻഡ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ. അല്ലേ ആനന്ദൻ സാറേ? ഞാൻ മനഃപൂർവ്വം കോണ്ടാക്ട് ചെയ്യാത്തതാ. 3-4 കൊല്ലമായിട്ട് പ്രൊജക്റ്റ് ഒന്നും കയ്യിലില്ലായിരുന്നു. പലതും തുടങ്ങി വയ്ക്കും, വഴിയിലായി പോവും. ഒരു പടം പ്ലാൻ ചെയ്തതാ 2 വർഷം മുമ്പ്. ഓർമ്മയുണ്ട്, എന്നെ വിളിച്ചതാ. അത് പിന്നെ നടന്നില്ലെന്ന് ഞാൻ അറിഞ്ഞു. എന്നാലും എന്നെ ഓർത്തല്ലോ. സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു. ആദിത്യ മൂവീസ് ഒരു വലിയ കമ്പനിയായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നെ കൂടി ഉൾപ്പെടുത്തുന്നതിൽ വലിയ നന്ദിയുണ്ട്. ഡിസംബർ ജനുവരിയിലൊക്കെ വേറെ പ്രോജക്ട് സൈൻ ചെയ്തിരുന്നതാ അല്ലേ? ഒരു കന്നഡ മൂവി, ഒരു തെലുഗു മൂവി, അത് രണ്ടും ഞാൻ ഒഴിവാക്കി. ഇനിയെങ്കിലും എന്നെ ഒഴിവാക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് 2 പ്രോജക്റ്റ് ഞാൻ ഒഴിവാക്കിയത്. ഇനി മാഡം എന്തായാലും ഒഴിവാകില്ല. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് പടം ചെയ്യാനാ തീരുമാനം. എല്ലാം എന്താ? അയ്യോ മേഡം, ഷോ. അതെ, ഈ ക്യാരക്ടർ ജനിച്ചത് തന്നെ നൂർജഹാന്റെ മനസ്സോടും ശരീരത്തോടും കൂടി തന്നെയാ. മാഡത്തിന് വേണ്ടി ഒരു ക്യാരക്ടറെ ക്രിയേറ്റ് ചെയ്തു ആനന്ദൻ എന്ന് വിചാരിച്ചാ മതി മേഡം. അതുകൊണ്ടല്ല. അതെ, എന്റെ ഈ കഥാപാത്രത്തിന് യഥാർത്ഥ നൂർജഹാന്റെ ജീവിതവുമായി ആത്മബന്ധമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അത് ശരി. അപ്പൊ എനിക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല, പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. ഡിസംബർ 7-നല്ലേ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത്? മെയിൻ ലൊക്കേഷൻസ് നമ്മുടെ കേരളത്തില് എറണാകുളം ഉണ്ടാവും, പിന്നെ കുറച്ച് സെറ്റുണ്ട്. ബാക്കിയൊക്കെ ഹൈദരാബാദിലും ചെന്നൈയിലുമായിട്ട്. ഗോവയിൽ 4 ദിവസം ഉണ്ട് മേഡം. ചാർട്ടൊക്കെ ആയോ? ഞാൻ ആദ്യമേ വേണോ? ഞാൻ നെക്സ്റ്റ് വീക്കില് ഫുൾ ഡേറ്റ് തരാം. എന്തായാലും ടോട്ടല് ഒരു 10-24 ദിവസം ഡേറ്റ് വേണ്ടി വരും. 2 ഷെഡ്യൂളായിട്ടാവും. ഡിസംബർ ജനുവരി ഫുൾ ഡേറ്റ് ഞാൻ തന്നിരിക്കുക. അതിലേത് ദിവസം വേണമെങ്കിലും അനന്തിന് ഉപയോഗിക്കാം. ഹാപ്പി ആയില്ലേ അനന്ത? അനന്ത, എന്തായാലും മാഡത്തിന് ആ കഥ ഒന്ന് ബ്രീഫ് ചെയ്ത് കൊടുക്ക്. ആ സമയത്ത് ഞാൻ പോയി 2 കോൾസ് ചെയ്തിട്ട് വരാം. നോ 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 നോ, കഥയൊക്കെ ഞാൻ കേട്ടോളാം. നിങ്ങൾ വന്ന സ്ഥിതിക്ക് അനന്തൻ പണ്ട് ചോദിച്ചു വാങ്ങിച്ചിരുന്ന ഒരു ജ്യൂസ് ഇല്ലേ, അത് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്തോണ്ട് വരാം. ഓക്കെ? 2 പേർക്കും പോകാൻ ധൃതിയൊന്നുമില്ലല്ലോ? ഇല്ല മേഡം, ഒരു ധൃതിയില്ല. ഓക്കെ. ശരണേ, parts of a plant is stem bearing branches, leaves, flowers and fruits. Sometimes കൈയൊക്കെ എന്തോ വേദനയാ. watermelon we eat മോളെ ദാ വരുന്നു മമ്മി. ആ വെള്ളത്തിന് നല്ല ചൂട് വേണേ.
പെട്ടെന്ന് കൊണ്ടുവാ, തലയങ്ങ് പൊളിയുവാ. ഒന്ന് കൊണ്ടുവാ മോളെ. വരുന്നു മമ്മി. ഇവളെവിടെ പോയി വെള്ളം ചോദിച്ചിട്ട്? കാല് താത്തു വെക്കടി. ഞാൻ അന്നേ പറഞ്ഞതാ പരിചയമില്ലാത്ത ആ ഡോക്ടറുടെ അടുത്ത് പോണ്ടെന്ന്. ഗുളികയെല്ലാം കൂടെ കഴിച്ച് കഴിച്ച് എനിക്ക് വയ്യ. ദേ അപ്പുറത്തെങ്ങാനും പോയിരുന്നു പഠിക്കു വെച്ചേ. എത്ര ഗുളികയാ ദിവസവും കഴിക്കുന്നേ? എനിക്കിനി വയ്യ. ഇനി ഗുളികയൊന്നും വേണ്ട, മടുത്തു. കയ്യിലൊക്കെ പെരുപ്പാ. ഇത്രയും ഗുളിക കഴിച്ചിട്ട് ഈ വേദനയൊന്നും മാറുന്നില്ല. മമ്മി, ഈ ഗുളിക എനിക്ക് അങ്ങോട്ട് വേണ്ട. കഴിച്ചേ. ഓ, ഗുളിക കഴിച്ചാലല്ലേ ഈ മരവിപ്പ്. ദാ, ഇതൊന്ന് ഈ പൊട്ടി. അസുഖമൊക്കെ മാറും. അങ്ങോട്ട് പിടിക്ക്, ഞാൻ പൊട്ടിച്ചേരാം. ഇത് മതി, ഇനി എനിക്ക് വേണ്ട. അങ്ങോട്ട് കഴിച്ചേ. ചെറിയ ചൂടുവെള്ളം കുടിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞേ? നാക്കിനും തൊണ്ടയ്ക്കും ഒന്നും ചൂട് അറിയുന്നില്ല മക്കളെ. ഈ ഗുളികയെല്ലാം കൂടെ വാരി തിന്ന് എനിക്ക് പരവേശമാ. ഗുളിയും മരുന്നൊക്കെ കഴിച്ചാലേ പരവേശം മാറൂ. വെറുതെ ഓരോന്നും. ഇനി ആരാണാവോ? മോളെ, അത് ആരാണെന്ന് നോക്ക്. ഗ്യാസ് തീർന്നിട്ട് വിളിച്ച് പറഞ്ഞായിരുന്നു, അവരായിരിക്കും. മമ്മിയില്ലേ മോളെ? ഉണ്ട്. ഒന്ന് വിളിക്കേ. മമ്മി. ഇനിയുണ്ടോ? മോളെ, ഗ്യാസ് ആണെങ്കിൽ അകത്തോട്ട് എടുത്ത് വെക്കാൻ പറ. അല്ല മമ്മി, ഒരങ്കിള് വന്നേക്കുവാ. അങ്ങോട്ട് കഴിച്ചേ. മോളകത്ത് വരുന്നു പഠിക്കേ. ആരാ? അനുപമയല്ലേ? അതെ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാ. ചോദിച്ചറിയാനോ? സാർ എവിടുന്നാ? ഞാൻ രാജ്മോഹൻ, പോലീസിലാ. എന്താ സാർ? നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനാ. ഞങ്ങൾ ഡിവോഴ്സായി. എനിക്കറിയാം. അതേക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയണം. സാർ ഇരിക്കെ. ആരാ മോളെ? കുഞ്ഞുഞ്ഞാണോ? അല്ല മമ്മി. പിന്നെ ആരാ? ആരാ മോളെ? ഞാൻ ചോദിച്ചത് കേൾക്കുന്നില്ലേ? ആരാ മോളെ? മമ്മി, ജസ്റ്റിന്റെ എന്തോ കാര്യങ്ങൾ അറിയാമെന്ന് സാറാ, പോലീസെന്ന്. പോലീസോ? പോലീസുകാരെന്തിനാ ഇങ്ങോട്ട് വരുന്നേ? അവനങ്ങ് ബാംഗ്ലൂരല്ലയോ? അവിടെ പോയി അന്വേഷിച്ചാ പോരെ? മമ്മി ഒന്നും മിണ്ടാതിരുന്നേ. നീ എന്നെ ഒന്ന് എഴുന്നേപ്പിക്കേ, ഞാൻ ചോദിക്കട്ടെ. മമ്മി അവിടെ കിടക്ക്. ഗുളിക കഴിച്ചിരിക്കല്ലേ? എന്താ സാറിന് അറിയേണ്ടത്? അനുപമ ഇരിക്കേ. ജസ്റ്റിനെ കുറിച്ചാന്നേ എനിക്കൊന്നും പറയാനില്ല. അതുമല്ല, മമ്മി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വന്നതേ ഉള്ളൂ. റിസൾട്ട് വാങ്ങാൻ പോണം. കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ്. അനുപമ ഇരിക്കേ. സാറിന് എന്തെങ്കിലും കുടിക്കാൻ? നോ താങ്ക്സ്, ഇരിക്കേ. ഷെറിനെ, ആ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുത്തോ. ശരി മേഡം. വീട് എന്റെ ഐഡിയ.
ആർക്കിടെക്റ്റ് ആരാ? എല്ലാം ഞാൻ തന്നെയാ, എന്റെ ഡിസൈനാ. ഒരു വൈറ്റ് ഹൗസ്, പരിശുദ്ധിയുടെ നിറം. വീടിന്റെ നിറമെങ്കിലും പരിശുദ്ധ ആവട്ടെ, മനസ്സങ്ങനെയല്ലെങ്കിലും. വാക്കുകളുടെയും ഭാഷയുടെയും മൂർച്ച ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എഴുത്തില്. സ്ക്രിപ്റ്റിന്റെ സൈഡില് ഇനിയും എന്നെ സഹായിക്കാം. അതൊക്കെ അനന്തന് വെറുതെ തോന്നുന്നതാ. എന്തിനാ ഇപ്പോഴും ഇത്ര നിരാശ? നിരാശയൊന്നുമില്ല, ഉണ്ടായിരുന്നു 10-18 വർഷം മുൻപ്. അതൊക്കെ ഒരാഴ്ച കൊണ്ട് തീരുകയും ചെയ്തു. പറിച്ചു നട്ടെടുത്തൊന്നും പാകപ്പെട്ടില്ല. ഇപ്പോഴത്തെ പ്രകൃതി പോലാ. മഴ വരുന്നതും വേനൽ വരുന്നതും ഉരുൾപൊട്ടുന്നതും മുന്നറിയിപ്പില്ലാതെയാ. അതുകൊണ്ടിപ്പോ തയ്യാറെടുപ്പൊന്നുമില്ല. എന്നും സിനിമ വേണമെന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ട് അനന്തിന് വേണ്ടിയിട്ട് 2 സിനിമ ഉപേക്ഷിക്കാൻ മടിയുണ്ടായിരുന്നില്ല. ഒരു സിനിമയുടെ കാലയളവ് 2-3 മാസം. അക്കാലത്തെങ്കിലും അനന്തനോട് മിണ്ടാനും പെരുമാറാനും ഒരവസരം ഉണ്ടാവുമല്ലോ. ഈ ജസ്റ്റിനും നിങ്ങളും തമ്മിൽ സെപ്പറേറ്റ് ആകാൻ കാരണം ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് ഞങ്ങൾക്കറിയാം. അതിന് കാരണക്കാരിയായ പെൺകുട്ടിയുടെ കൂടെയാണോ നിങ്ങളുടെ പഴയ ഭർത്താവ് ഇപ്പോൾ? എനിക്കവരെ അറിയില്ല സർ. ഞാൻ അവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇല്ല. ഡിവോഴ്സിന് വേണ്ടി നിങ്ങൾ കോടതി കൊടുത്ത റെക്കോർഡ്സിൽ നിങ്ങളുടെ ഭർത്താവും ആ പെൺകുട്ടിയുമായിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നോ? അറിയില്ല സർ. അതൊക്കെ എൻ്റെ അഡ്വക്കേറ്റിനെ അറിയോ. ജസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനു മുമ്പും വേറെ ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. വീണ്ടും ഈ അടുത്ത സമയത്ത് അയാളുടെ ചില വീഡിയോ ഒക്കെ പുറത്തു വന്നെന്ന് ചില സുഹൃത്തുക്കൾ പറഞ്ഞായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ആ സ്ത്രീയെ കണ്ടായിരുന്നു. അത്ര എനിക്കറിയാം സാർ. ഇത്തരം കാര്യങ്ങൾ താല്പര്യമില്ല എനിക്ക് സംസാരിക്കാൻ. മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ ജസ്റ്റിൻ ഇപ്പോൾ എവിടെയുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? സോറി സാർ, അയാളെക്കുറിച്ച് എനിക്ക് അറിയില്ല എവിടെയാണെന്നും. അതൊക്കെ ഞാൻ മറന്ന കാര്യങ്ങളാ. നിങ്ങളെ കണ്ട് സംസാരിക്കാൻ എൻ്റെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട്. ആൻസി, എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. ഒരുപാടൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. വിവരങ്ങൾ അറിഞ്ഞത് വൈകിയ, കൂടുതലും മീഡിയ വഴി. നമ്മുടെ പത്രക്കാരും മീഡിയക്കാരും ഓരോന്ന് ചെവി വന്ന് പറയും, ഓരോ ലൊക്കേഷനിൽ. നമ്മുടെ പഴയ സൗഹൃദം അറിയാവുന്നവര് കൂടുതൽ നേരം സംസാരിക്കാൻ നോക്കും. അനന്തന്റെ ഫാമിലിയെക്കുറിച്ചും ഇഷ്യൂസിനെ കുറിച്ചും കേൾക്കുന്നത് നല്ല കാര്യങ്ങളല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാറേയില്ല. ആ ഭാരം ചുമന്ന് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുമില്ല. എന്നെ പൂർണ്ണമായി മറക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മറന്നു. അതല്ലേ പറയാൻ ശ്രമിക്കുന്നത്. അനന്തന്റെ നല്ല ജീവിതം ദൂരെ നിന്ന് കാണുന്നതല്ലേ സന്തോഷം. കുറച്ച് അസൂയൊക്കെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി അനന്തനെ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല. ആരും വിചാരിച്ചില്ല.
അവരെ പഠിപ്പിച്ച ചരിത്രവും കുടുംബത്തെ നോക്കിയ കഥയും ആൻസി വർഗീസിനെ വലിയ ഫാഷൻ ഡിസൈനർ ആക്കിയതും അനന്തന്റെ വലിയ പരിശ്രമമാണെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങനൊരു സ്ത്രീ, അതും 2 കുട്ടികളുടെ അമ്മ, അവരിങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അനന്ത. കുടിക്കേ. ലീഗലി സെപ്പറേറ്റഡ് ആയോ? ഉം. കുട്ടികൾ എന്റെ കൂടെ ആരാ അവര് നോക്കുന്നത്? അതായിപ്പോ ബുദ്ധിമുട്ട്. ഞാൻ ഈ വർക്കിന്റെ കാര്യത്തിനൊക്കെ പോകുമ്പോ അതുങ്ങളെ പ്രോപ്പറായിട്ട് നോക്കാൻ ആരുമില്ല. അതാകെ ഒരു ബുദ്ധിമുട്ട്. അനന്ത, ഞാനാ കുട്ടികളെ നോക്കിക്കോട്ടെ.